ഇത് ഗൗരവമാണ് സഹോദരങ്ങളെ. ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളെ ബാധ്യത വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റണം. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. അവനുള്ളതാണ്, അവനാണുള്ളത്, അവന് മാത്രമാണുള്ളത്. ഗൈബുസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളിലെ മുഴുവൻ അദൃശ്യങ്ങളും ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാര് പോലും പല മറഞ്ഞ കാര്യങ്ങളും അവരവരുടെ സമുദായത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞത് മുഴുവനും എപ്പോഴാണ്? അള്ളാഹു അവർക്കത് പ്രത്യേകം അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ്. അറിയിച്ചു കൊടുക്കാത്ത വിഷയത്തിൽ അവരും ആകാശഭൂമികളിൽ നടക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു അവൻ അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അവൻ തൃപ്തിപ്പെട്ട, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദൂതന്മാരിൽ നിന്ന് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രം അവർ അറിയും, അല്ലാത്തത് അവരും അറിയൂല. റഹ്മാനായ റബ്ബിന്റെ മാത്രം വിശേഷണമാണ് ആലിമുൽ ഗൈബി വശഹാദ. അതിൽ മറ്റൊരാൾക്ക് ഇനി അള്ളാഹ് കൊടുത്തിട്ടാണെന്നാണ് പറഞ്ഞാലും ശരി, ഒരു കാര്യമല്ല. അത് റബ്ബിൻ്റെ ആ വിശേഷണത്തിൽ പങ്കുചേർക്കലാണ്, ഗുരുതരമായ പാതകമാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും നെഞ്ചേറ്റേണ്ടുന്ന വചനമാണിത്. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. അടുത്ത വാചകം കൂടി കേട്ടു നോക്കൂ. അബ്സിർ ബിഹി വ അസ്മിഅ്. കണ്ടോ, അതും വളരെ പ്രധാനമാണ്. അബ്സിർ ബിഹി വ അസ്മിഅ്. അറബി ഭാഷയിൽ തഅജ്ജുബിന്റെ സീഗ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അബ്സിർ ബിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? എത്ര വലിയ കാഴ്ചയുള്ളവനാണ് അവൻ. എത്ര വലിയ കേൾവിയുള്ളവനാണ് അവൻ. അള്ളാഹിനെ പറ്റി പറയണം. ഇതൊക്കെ അള്ളാഹിന്റെ സിഫത്താണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കണം. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അബ്സിർ ബിഹി മാ അബ്സറ, എത്ര വലിയ കാഴ്ചയുള്ളവനാണവൻ. എത്ര വലിയ കേൾവിയുള്ളവനാണവൻ. അള്ളാഹിനെ പോലെ എല്ലാം കാണുന്നവരില്ല, അള്ളാഹിനെ പോലെ എല്ലാം കേൾക്കാൻ കഴിവുള്ളവരും ഇല്ല. ഒരു ശക്തിക്കും അതിന് കഴിയൂല. അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ. ഇതൊക്കെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണത്. ഒന്ന്, ആരെങ്കിലും മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് വാദിച്ചാൽ അവൻ കാഫിറാണ്. ആരെങ്കിലും പറയണേ എനിക്ക് മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചു കഴിഞ്ഞ തൊട്ട് മുമ്പ് സംഭവിച്ചതോ ഒന്നുമല്ല ഈ മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ. മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ വരാൻ പോകുന്നതാ, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതെനിക്ക് പറയാൻ പറ്റും എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്. ആരെങ്കിലും അങ്ങനെ വാദിച്ചാൽ അവൻ സത്യനിഷേധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു എത്രത്തോളം. മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയാൽ, നമ്മുടെ നാട്ടിലൊക്കെ കാണാമല്ലോ ജ്യോത്സ്യന്മാര്, കണിയാന്മാര് എന്ന് പറയും ചിലര്, ജ്യോത്സ്യന്മാര് എന്ന് പറയും ചിലയിടത്ത്, മഷിനോട്ടക്കാര് എന്ന് പറയും ചിലയിടത്ത്. പിന്നെ അതിൽ മത വ്യത്യാസമനുസരിച്ച് പേരുകൾ ഇങ്ങനെ മാറും. പണിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ തങ്ങള്, മോലേര്, ബീവി, ഔലിയപ്പാപ്പ, ഇങ്ങനെ ജിന്നുമ്മ, ഇങ്ങനെയൊക്കെയുള്ള പല പേരായിരിക്കും. മറ്റോടത്താവുമ്പോൾ മറ്റേ ജ്യോത്സ്യൻ അല്ലെങ്കിൽ കണിയാൻ എന്നൊക്കെയാവും. സംഗതിയൊക്കെ ഒന്നാ. എല്ലാവരും വാദിക്കുന്ന എന്താണ്? എനിക്ക് മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും, ഇവിടെ വരിക, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുക, ഇവിടെ ഞങ്ങൾ നിങ്ങളെ കാര്യത്തിന് പരിഹാരം തരും എന്നാണ്. അങ്ങനെ ആ വിധത്തിലുള്ള കാര്യങ്ങൾ അവകാശപ്പെടുന്ന ഒരാളുടെ സമീപത്തേക്ക് ഒരാൾ ചെന്നാൽ എന്നിട്ട് അവൻ പറയുന്ന കാര്യം ഇവൻ അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ അവൻ അവിശ്വസിച്ചു കഴിഞ്ഞു. പോകാൻ പാടില്ല. എന്തായാലും ഒന്ന് പോയോക്കുക എന്ന് വിചാരിച്ചിട്ട് പോയാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായിനാണ്. അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ. കാര്യം വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒന്ന് പോയോക്കുക, ചിലപ്പാണ്ട് ശൈത്താൻ അവനാണ് കൊണ്ടുപോകും. അപ്പം പരീക്ഷിക്കാൻ വേണ്ടി ചെന്നതായിരിക്കും. പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ
പെണ്ണ് അല്ലെങ്കിൽ ആണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അത് ചിലപ്പോൾ അവനാണ് ക്ലിക്കായിട്ട് അപ്പോൾ അവന് പൂർണ്ണ വിശ്വാസിയായിട്ട് തിരിച്ചു പോരും. അവിടുത്തെ 1-ാം നമ്പർ മുരീദായിട്ടാണ് പോരും. പോകാൻ തന്നെ പാടില്ല. അത്തരം ആളുകളെ സമീപിക്കാനേ പാടില്ല. സമീപിച്ചാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി. പിന്നെ അത് ഓൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കുക കൂടി ചെയ്താലോ കാഫറായി എന്നാണ്. വളരെ ഗൗരവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകളുടെ തത്തമ്മനെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ഒരു, ഇപ്പം അങ്ങനെ കാണുന്നില്ല, ഒരു തത്തക്കുട്ടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിജം കൊണ്ട് ചീട്ടടിപ്പിക്കുക. കൈനോട്ടക്കാർ അങ്ങനെ കുറത്തി പോകും. കുറത്തി എന്നാണ് ഞങ്ങളൊക്കെ നാട്ടിലതിന് പറയാം. ഓരോ പ്രദേശത്ത് വ്യത്യാസങ്ങളുണ്ടാവും കൈനോട്ടത്തിൻ്റെ ആളുകൾ. അതുപോലെ തന്നെ ബോർഡും വെച്ചിട്ടൊരു ഹസ്തരേഖാ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു ശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടാകും. നമുക്ക് വലിയ ഭാഗ്യമുണ്ട് ഇതൊക്കെ കിട്ടാൻ പോടും എന്നൊക്കെ പറയും. നോക്കുന്ന അവന് ഭാഗ്യക്കേടായിട്ട് അവനവിടെ ഇരിക്കേണ്ടി വരുന്നത് എന്ന് ഈ പോണ വിഡ്ഢി ചിന്തിക്കൂല. അവൻ ഈ നടുറോട്ടിൽ വെയിലും കൊണ്ടിട്ട് റോഡിൻ്റെ ഒരറ്റത്ത് ബാനറും തൂക്കിയിട്ട് നമുക്ക് ഭാഗ്യം വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവൻ. എന്നാൽ ഇതൊക്കെ അറിയണ ചങ്ങാതിക്കതെന്ന് പറഞ്ഞ് അവൻ്റെ ഭാഗ്യം ഒന്ന് നന്നാക്കിക്കൂടെ? അതിന് കഴിയൂല എന്നുള്ളത് ഈ ചെല്ലുന്ന വ്യക്തിക്കും അറിയൂല. അതാണ് അവരുടെ വിജയവും. അതുകൊണ്ട് അത്തരം ആളുകളെ സമീപിക്കാൻ തന്നെ പോകരുത്, പാടില്ല. കാരണം അദൃശ്യമായ കാര്യങ്ങൾ പ്രവചിക്കാനും പറയാനും ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത് വളരെ ഉറച്ചു വിശ്വസിക്കാം. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ.